നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങുകയാണ്. പെരിയ കേസിലെ കോടതി വിധി ഏൽപ്പിച്ച ആഘാതത്തിലാണ് CPM. DCC ട്രഷററുടെ ആത്മഹത്യയിൽ അറസ്റ്റ് ഭീഷണിയിലുള്ള കോൺഗ്രസ് MLA IC ബാലകൃഷ്ണൻ വിവാദം. PV അൻവറിന്റെ രാജി. പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത്. സംഭവബഹുലമായിരിക്കും സമ്മേളനം. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ നയപ്രഖ്യാപനം വെച്ച് വിലപേശാതെ പ്രസംഗത്തിൽ ഒപ്പിടാൻ പുതിയ ഗവർണർ തയ്യാറായത് സർക്കാരിന് ആശ്വാസമായിട്ടുണ്ട്. പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയുള്ള വിലപേശൽ നാടകങ്ങൾക്കൊടുവിലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗങ്ങൾ. സർക്കാരിനോടുള്ള കടുത്ത എതിർപ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ വർഷം വ്യക്തമാക്കിയത് 1 മിനിറ്റും 17 സെക്കൻഡും മാത്രം നീണ്ട സഭാചരിത്രത്തിലെ ഏറ്റവും ചെറിയ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയാണ്. എന്നാൽ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ അവഗണനയ്ക്കെതിരെ അടക്കം കേന്ദ്രത്തിനെതിരെ വിമർശനങ്ങളുണ്ടെന്ന് കരുതുന്ന നയപ്രഖ്യാപന പ്രസംഗം പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഒപ്പിട്ട് കഴിഞ്ഞു. ഇത് അതേപടി വായിക്കാൻ ഗവർണർ തയ്യാറാകുമോ എന്നത് മാത്രമാണ് ഇനിയുള്ള ആകാംക്ഷ. സർക്കാരുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്ന ഗവർണറുടെ നിലപാടും ഊഷ്മള സ്വീകരണം നൽകിയ സർക്കാർ സമീപനവും രാജ്ഭവനും സെക്രട്ടേറിയറ്റും തമ്മിലുള്ള നല്ല ബന്ധത്തിന് തുടക്കമായി വിലയിരുത്തപ്പെടുന്നു. എന്നാൽ സർക്കാരിനെ അത്ര ആശ്വസിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല സംസ്ഥാനത്തുള്ളത്. പെരിയ ഇരട്ടക്കൊലപാതകത്തിലെ CPM ബന്ധം, പ്രതികൾക്ക് വേണ്ടിയുള്ള CPM ഇടപെടലും നിയമസഹായത്തിനുള്ള പണപ്പിരിവും, ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യ, മാസപ്പടിയിലെ SFIO അന്വേഷണം, ADGP അജിത് കുമാറിനോടുള്ള തീരാത്ത വാത്സല്യം, ഇങ്ങനെ നീളുന്നു സർക്കാർ മറുപടി പറയേണ്ടി വരുന്ന വിഷയങ്ങളുടെ പട്ടിക. അത് എങ്ങനെ പ്രതിരോധിക്കുമെന്നത് സർക്കാരിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാകും. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം DCC ട്രഷറുടെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLAക്ക് നൽകുന്ന പിന്തുണയെ ഭരണപക്ഷം ചോദ്യം ചെയ്യും. അത് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കും. രാജിവെച്ച PV അൻവറിനോടുള്ള ഇരുപക്ഷങ്ങളുടെയും സമീപനങ്ങളും ശ്രദ്ധേയമാകും. പാലക്കാട്ടെയും വയനാട്ടിലെയും വിജയത്തിളക്കത്തിലാണ് പ്രതിപക്ഷം. ചേലക്കര നിലനിർത്താനായതിന്റെ ആത്മവിശ്വാസം ഭരണപക്ഷത്തിനുമുണ്ട്. ഇതും സഭയിലെ ചർച്ചകളിൽ പ്രതിഫലിക്കും. ഫെബ്രുവരി 7-നാണ് ബജറ്റ് അവതരണം. ധനവിനിയോഗ ബിൽ പാസാക്കി മാർച്ച് 28-ന് സഭ പിരിയും. ന്യൂസ് 18 തിരുവനന്തപുരം.